ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുഞ്ഞൂസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു കുറച്ച് സുർബിയൻ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഫസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് ആ ഓയിൽ ഒഴിക്കുക കേട്ടോ. മന്തിക്കൊക്കെ സാധാരണ നമുക്ക് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചേക്കണേ. ചില ആളുകൾ ഒലിവ് ഓയിലൊക്കെ ഒഴിക്കാൻ അവരുണ്ട് കേട്ടോ. ഒലിവ് ഓയിൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പാത്രം ശരിക്കൊന്ന് ചൂടായി വരണം. അപ്പം നമ്മൾ ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ്. മല്ലിയുണ്ട്, ചെറിയ ജീരകമുണ്ട്, അതുപോലെ തന്നെ പേ ലീഫുണ്ട്, കറുകപ്പട്ടയുണ്ട്, ഗ്രാമ്പുണ്ട്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ചേർത്ത് നമ്മൾ ആ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അതായത് സൺഫ്ലവർ ഓയിലാണ്, ആ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുന്ന ശേഷം ഞാൻ ഇങ്ങനെ നടക്കണ്ട കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണേ. ഇതായിട്ട് നമ്മൾ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചോപ്പറിട്ട് എടുക്കുക. ഇതുപോലെ ചെറുതായിട്ട് തന്നെ എടുക്കണം. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി സ്പൈസസ് ചേർത്തിരുന്നു. അപ്പോൾ അതൊന്ന് പയ്യെ മൂത്ത് വന്നപ്പോഴത്തേനും നമ്മൾ ഇതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സവാളയാണ് കേട്ടോ ഞാൻ എടുത്തത്. 2 സവാള അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചമണം പോകുന്ന വരെ വഴറ്റണം. അപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത് ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതാണ്. പകുതി ക്യാപ്സിക്കമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കി പകുതി ഇതാണ്. അത് നമ്മൾ ഏറ്റവും അവസാനമാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇനി ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ബിരിയാണി പീസ് പോലെയാണ് നമ്മൾ ചിക്കൻ ആക്കി എടുത്തേക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്, അരക്കുകയാണ്. 2 കിഴങ്ങ് 4ആയി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മാഗി ക്യൂബിൽ 2 എണ്ണം ഉണ്ട്. 2ഉം ചേർത്ത് കൊടുക്കണം. നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് മാഗി ക്യൂബ്. 2ഉം പൊട്ടിച്ചിടുകയാണ്. അപ്പോൾ നമ്മൾ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഉപ്പല്ല, നമ്മൾ ഈ ചിക്കൻ മാഗി ക്യൂബ്, ഉപ്പിൻ്റെ പകരം നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തേക്കണ മാഗി ക്യൂബാണ്. മന്തി ഉണ്ടാക്കുമ്പോൾ മാഗി ക്യൂബ് ഇട്ടാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമ്മൾ ഇടുന്നത് തക്കാളി പേസ്റ്റാണ്. തക്കാളി പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്, നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ചേർക്കുന്നത് തൈര് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത 2 തക്കാളി പഴുത്തത് ആണ് തക്കാളി പേസ്റ്റിന് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തേക്കണ തൈര് എന്ന് പറഞ്ഞാൽ 2.5 സ്പൂൺ തൈരാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കണത്. ഇങ്ങനെ നന്നായി നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം.
കുറച്ച് മന്തി മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇതുപോലെ നിങ്ങൾ സുർബിയാൻ മന്തി ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോയെന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ മൂടി വെക്കുകയാണ് കേട്ടോ. ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ 6 പച്ചമുളക് അറിയാതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മുളകാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുന്നത്. വേറെ മുളക് പൊടി ഒന്നും ഇടുന്നില്ല. ഇതിൻ്റെ അകത്ത് നിന്ന് ചിക്കനും കിഴങ്ങും എടുത്ത് മാറ്റാം. ഇനി നമ്മൾ ചോറിന് ആവശ്യമായ സവോളയും ക്യാപ്സിക്കും ഇട്ട് കൊടുക്കുകയാണ്. സവാള വലുതാക്കിയും അരിഞ്ഞിരിക്കുന്നത്, ക്യാപ്സിക്കവും വലുതാക്കി തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഇതിൻ്റെ അകത്ത് 2 ഗ്ലാസ് ഉണ്ട്. അതുകൊണ്ട് 8 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കണം നന്നായിട്ട്. വെള്ളം തിളച്ചു വരുമ്പോൾ അരി ഇട്ട് കൊടുക്കാം. നമ്മൾ അരി കഴുകി വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ്. സുർബിയാൻ മന്തിയുടെ അരിയാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. അതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഫസ്റ്റ് ഓയിലിട്ടിട്ട് കുക്ക് ചെയ്യാൻ നമുക്ക്. ഇപ്പോൾ നമ്മുടെ അരി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റൈസ് കുക്കായിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഗൈസ്. നമ്മൾ പാൻ ചൂടാക്കിയിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി കുറച്ച് എണ്ണയിലേക്ക് സവാള നമുക്ക് വറുത്തെടുക്കാം. ഓയിൽ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് സവാള അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുകയാണ്. ഒരു ഗോൾഡൻ കളർ ആവുമ്പോഴാണ് കളറാവുന്ന വരെയാണ് കുക്കാക്കി എടുക്കുന്നത്. സവാള അപ്പോൾ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അണ്ടിപ്പരിപ്പ് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പുറത്ത് ഭയങ്കര മഴയാണ് ഗായ്സ്. അണ്ടിപ്പരിപ്പ് വറുത്തിടുന്നത് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി നമ്മൾ ഈ പാനിലേക്ക് തന്നെ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കണം.
ചിക്കൻ അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ മാത്രമല്ല കേട്ടോ, കിഴങ്ങും നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. കിഴങ്ങും അങ്ങനെ ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ ഈ ഒരു മന്തിയുടെ ഹൈലൈറ്റ്. ഓൾറെഡി അതുപോലെ തന്നെ ചിക്കൻ കുക്കായതാണ്. അതുകൊണ്ട് ഒത്തിരി നേരം കുക്കാക്കി എടുക്കണ്ട. ഒരു ചെറിയൊരു ഷാലോ ഫ്രൈ മാത്രം മതി കേട്ടോ. ഇതിപ്പോൾ പാത്രത്തിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ചിട്ട് ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ യെല്ലോ കളറ് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇനി അണ്ടിപ്പരിപ്പും സവാളയും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ റൈസിൻ്റെ പരിപാടി കഴിഞ്ഞു മക്കളെ. നല്ല ടേസ്റ്റ് ഉണ്ട് റൈസിന്. നമ്മൾ കഴിച്ച് നോക്കി കുറച്ച് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ ഫുള്ളും വറുത്ത് കോരി ഇനി ഇപ്പം നമുക്ക് കിഴങ്ങ് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫൈനൽ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു സുർബിയൻ മന്തിയുടെ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒത്തിരി പരിപാടിയൊന്നുമില്ല. ചിക്കൻ അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കണം, ഒന്ന് ഇറക്കി എടുക്കണം, റൈസ്, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടികളുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. ഉണ്ടാക്കാറില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. സുർബിയൻ മന്തി വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊളിക്കുകയും ചെയ്യുക. അപ്പം മറക്കണ്ട. കുഞ്ഞൂസ് വ്ളോഗിൻ്റെ വീഡിയോയിലേക്ക് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും.